പലപ്പോഴും പല മോട്ടിവേഷൻ സ്പീക്കർമാരുമൊക്കെ പറയുമ്പോൾ പലരും കേൾക്കും, ശരിയാണല്ലോ എന്ന് അന്തം വിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഏതോ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു അബദ്ധത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അവരുമായി ഇടപഴകുമ്പോൾ, അവരുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധം സ്ഥാപിക്കുമ്പോൾ പലപ്പോഴും പലർക്കും പലപ്പോഴായി സംഭവിക്കുന്ന ഒരബദ്ധമാണ് മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടേതായ നെട്ടോട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലാണെങ്കിലും നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലാണെങ്കിലും അതിൽ മാത്രം വ്യാപൃതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ പലതും ചെയ്യുന്നത് വളരെ യാന്ത്രികമായി. എല്ലാവരും ഇന്ന കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു. എല്ലാവരും ഇന്ന കാര്യം നിർബന്ധമായും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും അത് നിർബന്ധമായും ചെയ്യുന്നു എന്ന രൂപത്തിൽ എല്ലാവരും എങ്ങനെയാണോ അതുപോലെ ഞാനും പോകുന്നു എന്ന ജീവിതം യാന്ത്രികമായി മാറുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അതിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സറിയാൻ, മറ്റുള്ളവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോലും ക്ഷമയില്ലാത്ത രൂപത്തിൽ പലപ്പോഴും മനുഷ്യർ മാറുന്നത്. ആർക്കും സമയമല്ല, എല്ലാവരും തിരക്കിലാണ്. എല്ലാവർക്കും അവരുടെ ജീവിതം അത് മാത്രം, അത് ഇബാദത്തുകളുടെ കാര്യമാണെങ്കിലും അത് നിർബന്ധമായും ചെയ്യേണ്ടതുകൊണ്ട് അതങ്ങനെ ചെയ്തു പോകുന്നു. നമുക്ക് വേറെ പിന്നെ ഒരു നിശ്ചിത സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് അതിനായി ഒന്ന് മാറിയിരുന്ന് മറ്റെല്ലാ തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാൻ പലപ്പോഴും സമയം കാണുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഇങ്ങനൊരു ഓട്ടത്തിലാവുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇസ്ലാമികമായി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ഫോക്കസ് തിരിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മളെല്ലാവരും 5 നേരം ചെയ്യുന്ന നമ്മുടെ നമസ്കാരം. ആ നമസ്കാരത്തിൽ ആത്മാർത്ഥമായി ഖുശൂഓടുകൂടി ഇഖ്ലാസോടുകൂടി അതിൻ്റെ എല്ലാ ത്വമഅനീനത്തും പാലിച്ചുകൊണ്ട് ഒരു ചിട്ടയായി അടക്കത്തോടുകൂടി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഏകാഗ്രതയും എല്ലാ ശ്രദ്ധയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ വിശ്വാസികളോടായി അള്ളാഹു പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ വ്യത്യസ്ത അനുഗ്രഹങ്ങൾ, അതിൽ നമുക്ക് കേൾവി നൽകിയിട്ടുണ്ട്, കാഴ്ച നൽകിയിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ഹൃദയങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ? ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാൻ സാധിക്കും. അതായത് നമുക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ തന്ന അള്ളാഹു അതിലാദ്യം പറഞ്ഞൊരു അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത്. അതുകൊണ്ട് കേൾവിയെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ കേൾക്കാനുള്ള സമയം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു ഓട്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാതൃകയായി കാണേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഏറ്റവും ഉണ്ടായേക്കാവുന്ന ഒരു വ്യക്തിയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരേ സമയം പ്രവാചകൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. അതേസമയം അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തൻ്റെ വീട്ടിലെ തൻ്റെ ഭാര്യയുടെ ഭർത്താവായിരുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കുള്ള പിതാമഹനായിരുന്നു. അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ആ സമയം കണ്ടെത്തുന്ന അതേ റസൂൽ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ അത്യന്തം സുപ്രധാനമായ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. അത്രയും തിരക്കുകളുള്ള റസൂലിന് എങ്ങനെയാണ് പലതിനും സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞത്, പലരെയും കേൾക്കാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പലരും പിന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ചില പ്രായമായ ആളുകളൊക്കെ അവർ പലപ്പോഴും ഡോക്ടറെ കാണാൻ വേണ്ടി പോകാറുണ്ട്. ഡോക്ടറെ കാണുന്നത് തൻ്റെ രോഗത്തിനുള്ള ചികിത്സ എന്നതിനപ്പുറം തനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഡോക്ടറെ കാണുന്ന, ഒരുപാട് സമയം ഡോക്ടറോട് സംസാരിക്കുന്ന പല ഡോക്ടർമാരും പിന്നെ ഭയങ്കരമായി അവർ ഫീസ് വാങ്ങുന്നത് കൊണ്ട് തന്നെ കേൾക്കാൻ നിർബന്ധിതരാണ്. അങ്ങനെ കേൾക്കുന്ന അതിൻ്റെ കാരണം കൂടി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു പ്രായമായ ഒരു വയോധികയ്ക്ക് അല്ലെങ്കിൽ പ്രായമായ ഒരു വൃദ്ധന് തൻ്റെ വീട്ടിലുള്ള തൻ്റെ മക്കളോടോ പേരമക്കളോടോ സംസാരിക്കാൻ ഒരു അവസരമില്ലാത്തതുകൊണ്ട് ആ അവസരം കൃത്രിമമായി ഫീസ് കൊടുത്തൊരു ഡോക്ടറോട് പോയി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത്യന്തം അപകടകരമാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നും. പക്ഷേ സ്വന്തം കുടുംബത്തിനിടയിൽ പോലും പരസ്പരം സംസാരിക്കാനും ആ സംസാരിക്കുന്നത് കേൾക്കാനുമുള്ള ഇടങ്ങളും സ്പേസുകളും ഇല്ല എങ്കിൽ അത് ഇന്നത്തെ ഒരു കാലത്ത് വലിയ അപകടമുണ്ടാക്കും. ഒരുപക്ഷെ ഒരു കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ പ്രായമായ ആളുകൾ, അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. അവരുടെ കഴിഞ്ഞ പിന്നെ കുറേ പ്രയാസങ്ങൾ പറയാനുണ്ടാവും, അതിൽ കുറേ സന്തോഷങ്ങളുണ്ടാവും. എന്നാൽ കൂടുതലും ചിലപ്പോൾ അവർക്ക് പ്രയാസങ്ങളായിരിക്കും ഉണ്ടാവുക. ആ പ്രയാസങ്ങളൊക്കെ കേൾക്കാൻ ഒരുപക്ഷെ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. ഒന്ന് അടുത്തിരുന്ന്, ഉമ്മച്ചിയെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞില്ലായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കാലിനൊരു മുട്ടിലൊരു വേദന പറഞ്ഞില്ല ഇന്നലെ, അത് മാറിയോ, കുറവുണ്ടോ, ആശ്വാസം ഉണ്ടപ്പോൾ ഞാൻ ഒഴിഞ്ഞിറണോ എന്നൊന്ന് ചോദിച്ച് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഒരു മകൻ എന്ത് തടസ്സമുള്ളത്?
ഒരു ദിവസം വൈകിയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതെങ്കിലും ഉമ്മയുടെ കാലിൻ്റെ അടുത്തിരുന്ന് അത് ചോദിക്കാനും ഒന്ന് തലോടാനും ഒക്കെ ഒരു തടസ്സവും നമുക്കില്ല. പക്ഷെ പലപ്പോഴും അതിന് സമയം കണ്ടെത്താത്ത പ്രശ്നമാണ് പലർക്കും ഉണ്ടാകുന്ന അപകടം. ഇനി ഭാര്യയുടെ വിഷയം നോക്കുകയാണെങ്കിലോ, ഒരു ഭർത്താവ് ഭാര്യയുമായി പ്രോപ്പറായി അല്ലെങ്കിൽ കൃത്യമായി സംസാരിക്കാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാകുന്നത്. എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ എത്ര വിവാഹമോചനങ്ങൾ 10ാം ക്ലാസ്സുകാരുടെ അല്ലെങ്കിൽ പ്ലസ് ടുക്കാരുടെയൊക്കെ അവരുടെ റീയൂണിയൻ വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒന്നിച്ചു കൂടുന്നു, പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നു. ആ പുതുക്കിയ സൗഹൃദത്തിന് പിന്നാലെ ഈ ബന്ധം ഉപേക്ഷിച്ച് പഴയ സൗഹൃദവുമായി നാട് വിട്ടു പോകുന്ന എത്രയോ ഭാര്യമാരുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നു. പക്ഷേ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ സ്വന്തം ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സമയമില്ല എങ്കിൽ, അത് പരസ്പരം കൊടുക്കാൻ കിടപ്പറകളിൽ കഴിയുന്നില്ല എങ്കിൽ ഈ പ്രശ്നമുണ്ടാവും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത് നന്നായി കേൾക്കാനുള്ള ഒരു സമയം, ഒരു ശ്രദ്ധ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കാത്തത് കൊണ്ടാണ്. ഇനി കുട്ടികളിലേക്ക് വരികയാണെങ്കിലോ, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുട്ടികൾ എന്നുള്ളത്. ആ കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരു കുട്ടി അവന് അവൻ്റേതായ ഒരുപാട് ആശങ്കകളുണ്ടാവും. അവൻ്റെ ലോകം വളരെ വലുതാണ്. നമ്മളൊരു പക്ഷേ ഒരു കുട്ടിയെ പറ്റി ആലോചിക്കുക, അതിപ്പോൾ അവൻ്റെ ചെറിയ ചില പിന്നെ പായാരങ്ങളാവും, ചെറിയ ചില പ്രയാസങ്ങളാവും. അത്ര മൈൻഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും ഒരു സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജാവും ഒരുപോലെയാണെന്നാണ് പറയാറുള്ളത്. അത്രമേൽ പ്രധാനമാണ്. അവൻ്റെ ലോകമായിരിക്കും ഏറ്റവും വലുത്. അത് പറയാനും കേൾക്കാനും അതിനൊന്ന് അഡ്മിറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം പലപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് പുതിയ കാലത്തെ കുട്ടികളെ പറ്റി അവർ ലഹരിയുടെ അടിമയാകുന്നു. അവർ പല തോന്നിയാസങ്ങളിലേക്കും പോകുന്നു. പല തിന്മകളിലേക്കും അവരെ മാടി വിളിക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് പെട്ടുപോകുന്നു എന്നൊക്കെ ആശങ്കകൾ നമ്മൾ പറയാറുണ്ട്, പല പ്രയാസങ്ങളും പറയാറുണ്ട്. അതിൻ്റെയൊക്കെ പരിഹാരം എന്നുള്ളത് അത്തരം തിന്മകൾ നമ്മുടെ കുട്ടികളിലേക്ക് വരുമ്പോൾ അത് നേരത്തെ തിരിച്ചറിഞ്ഞ് അത് പാടില്ലാത്തതാണ് എന്ന ബോധ്യം അവനുണ്ടാക്കണം. അതുണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് രക്ഷിതാക്കളിലൂടെ തന്നെ മക്കളിലേക്ക് പോകണം. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ അവരെ കേൾക്കാനുള്ള സമയം കണ്ടെത്തണം. നമ്മുടെ വീടകങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവന് പറയാനുള്ള അന്നത്തെ ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരുപാട് കഥകളുണ്ടാവും. ആ കഥകൾ പറയാനും അത് പൂർണ്ണമായിട്ടും അവൻ്റേതായ രൂപത്തിൽ ആസ്വദിച്ച് പറയാനുമുള്ള ഒരു സമയം അവന് നൽകണം. അതൊരു പക്ഷേ വൈകുന്നേരം സ്കൂളിൽ വന്ന് ഉടനെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. പക്ഷേ ആ സമയത്ത് പോലും ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ എല്ലാവരും അവരുടേതായ ലോകത്താണ്. ഇപ്പോൾ ഉള്ള സമയത്ത് ചിലപ്പോൾ കുറച്ച് വൈകി വന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഉമ്മാരുടെ സമയത്ത് പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ, കുട്ടികളാണെങ്കിൽ ടിവിയുടെ മുമ്പിലും ഫോണിൻ്റെ മുമ്പിലും ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണ തളികയുടെ മുമ്പിലെങ്കിലും ഭക്ഷണത്തിൻ്റെ ആ ഒരു സമയത്തെങ്കിലും ഒന്നിച്ച് ആ സമയം നിശ്ചയിച്ചുകൊണ്ട് എല്ലാവരും ആ സമയത്ത് ഒന്നിച്ചുണ്ടാവുന്ന, അപ്പോൾ പലതും സംസാരിക്കുന്ന, പലതും ഷെയർ ചെയ്യുന്ന, അന്നത്തെ ദിവസത്തെ അവലോകനം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ ബോധപൂർവ്വം നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം തന്നെ പലതും കേൾക്കാനുള്ള രൂപത്തിലേക്ക് മാറുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ പുതിയ തലമുറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവരുടെ ഒരു വിഷയം നമുക്കറിയാം. പലപ്പോഴും കുട്ടികൾക്ക് അവരവരുടെ മൊബൈൽ ഫോണിൽ പൂർണ്ണമായും നിമഗ്നരാണ്, അതിൽ മാത്രം മുഴുകി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അതിൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. ആ അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ സ്വീകരിക്കണമെന്നും അവരോട് സംസാരിക്കണമെന്നും അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നും അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് തിരിച്ച് മറുപടി കൊടുക്കണമെന്നൊന്നും കുട്ടികൾക്ക് ആ ഒരു ആതിഥേയ മര്യാദ പലപ്പോഴും ഉണ്ടാവാറില്ല. അതും നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കുട്ടികൾ ഒരുപക്ഷെ അതിഥി വരുമ്പോൾ പോലും മൊബൈലിൽ കളിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആ മൊബൈലപ്പോൾ കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. അവരോട് സംസാരിക്കാനുള്ള ബോധപൂർവമായ ചില ഒരുക്കങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഗൗരവത്തിൽ കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തെ ആ നിലയ്ക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ കേൾക്കുക എന്നത്, പലരെയും അവരുടെ മനസ്സറിഞ്ഞ് കേൾക്കുക എന്നത്, അതാണ് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മറ്റൊരാളെ കേൾക്കുമ്പോഴാണ് അയാളുടെ ഹൃദയത്തിൻ്റെ പാസ്വേഡ് നമുക്ക് കിട്ടുള്ളൂ. ഒരാളെ കേൾക്കുമ്പോഴാണ് അയാളുടെ ഹൃദയത്തിൻ്റെ പാസ്വേഡ് നമുക്ക് കിട്ടുള്ളൂ. ആ പാസ്വേഡ് അറിഞ്ഞാലാണ് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഉള്ളിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ കേൾക്കണം. ആ കേൾവി എന്ന ഒന്നാമത്തെ പടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള അവസരം കൊടുക്കുന്നില്ല എങ്കിൽ, സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ സംസാരിക്കാൻ, അവരുമായിട്ട് ഇടപഴകാൻ, അവരുടെ മനസ്സറിയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ ബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളലുണ്ടാവും. ഇതാണ് ഇന്ന് പലപ്പോഴും മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വലിയ മാതൃകകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തിരക്കുകളുമുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് ഇതിലൊക്കെ മാതൃക കാണിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാറുള്ളത്, പ്രവാചകനെ ഒരു സദസ്സിൽ വെച്ച് ഒരു വ്യക്തി വിളിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുമായിരുന്നു.
ഒരു വ്യക്തി പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തല മാത്രമല്ല ഒന്നിച്ച് ശരീരം തന്നെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇത് വലിയൊരു മാതൃകയല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ പലപ്പോഴും പലരോടും വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഡൈവേർട്ട് ചെയ്യുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പൂർണ്ണമായും തിരിഞ്ഞ് അവർക്ക് പറയാനുള്ളത് കേൾക്കുമായിരുന്നു. ഒരിക്കൽ ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുമായി സംവദിക്കുകയാണ്. ഒരു നിർണായകമായ തീരുമാനമെടുക്കാൻ വേണ്ടി ശത്രുക്കളെല്ലാം പ്രവാചകനിലേക്ക് വരികയാണ്. പ്രവാചകൻ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോട് വരികയാണ്. പക്ഷേ റസൂലിനറിയാം ഈ ഒരു ചർച്ച മുന്നോട്ട് പോകില്ല. അവരെനിക്ക് വേണ്ടി ഒരുപാട് പാരിതോഷികങ്ങൾ തന്നാലും ഞാനത് സ്വീകരിക്കുകയില്ല എന്ന് റസൂൽ നന്നായിട്ടറിയാം. പക്ഷേ അവർ ശത്രുക്കൾ ഖുറൈശികൾ ആ ഒരു സമയത്ത് ഉത്തുബയെ അവർ റസൂലിൻ്റെ അടുക്കിലേക്ക് വിടുകയാണ്. എന്നിട്ട് ഒരുപാട് സംസാരിക്കാനായി റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നു. റസൂൽ ആദ്യം അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ആവശ്യപ്പെട്ടു. ഉത്തുബ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. റസൂലിന് ഇന്ന നേട്ടങ്ങൾ തരാം, ഇവിടെയുള്ള പിന്നെ കിരീടവും ചെങ്കോലും അടങ്ങുന്ന ഈ സാമ്രാജ്യം മുഴുവൻ തരാം, നീ ഈ പണി നിർത്തണം, ഈ ദീൻ പ്രബോധനം ചെയ്യുന്ന ഈ പണി നിർത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത് പൂർണ്ണമായും പറയാനുള്ളതെല്ലാം പറഞ്ഞ് ശേഷം റസൂൽ അവരോട് ചോദിക്കുന്നുണ്ട്, ഉത്തുബ താങ്കൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, എൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി ഞാൻ പറയാനുള്ളത് നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പറയുന്നത്. ഞാൻ പറയും, ഇതിലൊക്കെ വലിയ മാതൃകകൾ നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കേട്ടതിന് ശേഷമാണോ പറയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ കേൾക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പറയുന്ന ആ ഒരു സംഭാഷണത്തിൽ, ആ ഒരു പരസ്പരം ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല 3 തരം ആളുകളെ പറ്റി പറയുന്നുണ്ട്. 3 തരം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആ 3 തരം ആളുകളിൽ ഒന്നാമത്തെ ആളുകൾ അവർ അവരുടെ ചെവിയും ഹൃദയവും തുറക്കാത്ത ആളുകളാണ്. അത്തരം ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു പാത്രം കമിഴ്ത്തി വെച്ച് അതിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഉപമിക്കാൻ കഴിയും. ആ വെള്ളം ഒരിക്കലും പാത്രത്തിൽ നിറയുകയില്ല. രണ്ടാമത്തെ കൂട്ടം ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, അവർ ചെവിയൊക്കെ തുറക്കും പക്ഷേ ഹൃദയത്തിലേക്ക് അതൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അത്തരം ആളുകൾ നമുക്ക് വേണ്ടി ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന ആളുകൾ ഉപമിക്കാൻ കഴിയും. ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ വെള്ളം ഒഴിച്ചാലും ആ വെള്ളം അങ്ങനെ ഒഴിക്കുന്നുണ്ടാവും, പക്ഷെ അതൊരിക്കലും ആ പാത്രത്തിൽ നിൽക്കുകയില്ല, അതങ്ങനെ പോകുന്നുണ്ടാവും. ഇതേ അവസ്ഥയാണ് പലതും കേൾക്കുന്നുണ്ടാവും, പലരിൽ നിന്നും കേൾക്കുന്നുണ്ടാവും. പക്ഷെ ആ കേൾക്കുന്നൊന്നും ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി കേൾക്കാത്തൊരവസ്ഥ പല ആളുകളെയും കാണാൻ കഴിയും. അതും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. മറിച്ച് മൂന്നാമത്തെ ആ കൂട്ടത്തിലാണ് നമ്മളൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മൾ കേൾക്കുന്നത് എന്താണോ അത് പൂർണ്ണമായും ശ്രദ്ധയോടെ ഹൃദയവും ചെവിയും ഒക്കെ തുറന്ന് കേൾക്കുന്ന അത്തരം ആളുകളെ നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ സംസാരം കുറച്ച് കൂടുതൽ കേൾക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു നാവും 2 ചെവിയുമാണുള്ളത്, അതുകൊണ്ട് പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്ന് പലരും പറയാറുണ്ട്. അതുപോലെ എല്ലാം തുറന്ന മനസ്സോടുകൂടി കേൾക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും പല മോട്ടിവേഷൻ സ്പീക്കർമാരുമൊക്കെ പറയുമ്പോൾ പലരും കേൾക്കും, ശരിയാണല്ലോ എന്ന് അന്തം വിട്ട് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഏതോ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. നമുക്ക് മറ്റൊരു വ്യക്തിയുമായി നല്ലൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ അതിനാദ്യം സലാം പറയണം, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ശേഷം അവരുമായിട്ട് ഏതെല്ലാം നിലയ്ക്ക് അവരുടെ മനസ്സറിയാൻ കഴിയുമോ അതൊക്കെ ശ്രദ്ധയോടെ കേൾക്കണമെന്നുള്ള എത്രയോ നല്ല നല്ല സന്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ചില മാതൃകകൾ നമുക്കുണ്ട്. നമ്മുടെ ജീവിതവും അത്തരത്തിൽ, അത് ഏതൊരു വ്യക്തിയാണെങ്കിലും, അത് ഒരുപക്ഷെ കാഴ്ച പരിമിതിയുള്ള ഒരു അന്ധനായ എന്ന് നമ്മൾ പറയുന്ന പരിമിതിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവരെ അവഗണിക്കാത്ത രൂപത്തിൽ, അവർക്ക് കേൾക്കാനുള്ളതും കേൾക്കുന്ന രൂപത്തിൽ എല്ലാവരുമായും ഒരേ ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നന്നായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളുമായും ഭാര്യയുമായും ഒക്കെ ഏറ്റവും നല്ല ഇഴയടുപ്പമുള്ള ബന്ധമാക്കി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കേൾവിക്കാരായി മാറാനുള്ള, അത്തരത്തിൽ നല്ല കേൾവി ഇല്ലെങ്കിലുള്ള പ്രശ്നവും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ നരകക്കാരായ ആളുകൾ അവരവിടെ നിന്ന് വിലപിക്കുന്നൊരു ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളെങ്ങാനും ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നില്ലല്ലോ, ഞങ്ങൾ നരകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലായിരുന്നല്ലോ എന്നവർ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് നന്നായി കേൾക്കാൻ, നല്ലത് കേൾക്കാൻ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ കൂടുതൽ കൽപ്പനകൾ അറിയാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാവുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.